Assalamualaikum friends, and once again welcome back to Arif Home Cooking and Vlogs. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് കൂടി വരുന്ന ബെല്ലൈക്കണിൽ ഏറ്റവും മുകളിൽ കാണുന്ന ബെല്ലൊന്ന് അടിച്ചിട്ടേക്കണേ. എന്നാലാണ് ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടുകയുള്ളൂ. അപ്പം നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് എലികളെ തുരത്തുവാനുള്ള ഒരു ടിപ്പാണ്. കൂട്ടുകാരെ, നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ എന്തിനാണ് എലിയെ കൊല്ലാനായിട്ട് ഈ അച്ചപ്പൊക്കെ എടുത്തിടുന്നത്, എലിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ നിങ്ങൾ കരുതും. പക്ഷെ അതല്ല. നമ്മുടെ കയ്യിലുള്ള ഏതൊരു സ്നാക്സ് ആയാലും എടുക്കുക, എന്നിട്ട് മിക്സിന്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പൊ അച്ചപ്പമാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അച്ചപ്പം എടുത്തത്. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും സ്നാക്സ് ആണെന്നുണ്ടെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ. ബിസ്ക്കറ്റോ അങ്ങനെയൊക്കെ ഉള്ളത് എടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് 1 ടീസ്പൂൺ സോഡാപ്പൊടിയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 3 പാരസെറ്റമോൾ ആണ്. അത് ഇതുപോലൊരു പേപ്പറിനുള്ളിലേക്ക് വെച്ചിട്ട് ഒരു കല്ല് കൊണ്ട്, നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലത്തെ കല്ലുണ്ടാവില്ല, അതുകൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. എന്നതിന് ശേഷം നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. ഒരു കവറിനുള്ളിൽ വെച്ചിട്ട് പൊടിച്ചാലും മതി കേട്ടോ. എന്നിട്ട് അതും കൂടി നമ്മൾ ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് സിമന്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് സിമന്റ് അല്ല, സാധാരണ മറ്റേ സിമന്റ് ആയാലും മതി കേട്ടോ. അതൊരു 2 ടേബിൾ സ്പൂണോളം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വൈറ്റ് സിമന്റ് ആണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് ശേഷം നമ്മൾ ഇതിൽ വെള്ളം ഒഴിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എലികൾ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി വച്ചു കൊടുക്കുകയാണ്. ഓരോ ചിരട്ടയിലായിട്ട് വച്ചു കൊടുത്താലും മതി കേട്ടോ, അവിടെ ആയിട്ട്. അപ്പോൾ ഇത് എലികൾ കഴിക്കും. ഈ ഒരു സ്നാക്സിൻ്റെയൊക്കെ മണമുള്ളത് കൊണ്ട് തന്നെ എലികൾ എന്തായാലും ഇത് കഴിക്കും. ഈ വീഡിയോയിലെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ ഇടയ്ക്കൊക്കെ ഇതുപോലെ മൂർച്ചയില്ലാണ്ടാവുമല്ലോ, അതിൻ്റെ ബ്ലേഡൊക്കെ. ആ സമയത്ത് നമ്മൾ ഇതുപോലെ മുട്ടയുടെ തോട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. മുട്ടയുടെ തോട് ഇത് മുട്ട പുഴുങ്ങിയ ശേഷം എടുത്ത് കഴുകി സൂക്ഷിച്ച് വച്ചിരുന്നതാണ് കേട്ടോ. അത് നന്നായിട്ട് തന്നെ ഉണക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. ഉപ്പും കൂടി ഇട്ട് വേണമെങ്കിലും പൊടിക്കാം കേട്ടോ. നമുക്ക് കല്ലുപ്പിട്ടിട്ട് പൊടിച്ചെടുക്കാം. പക്ഷേ നമുക്കത് ചെടികൾക്ക് ഇടാനായിട്ട് പറ്റത്തില്ല. ഉപ്പിൻ്റെ അംശം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളൊക്കെ പെട്ടെന്ന് പട്ടുപോകും. അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അല്പം തേയിലപ്പൊടിയാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. തേയിലപ്പൊടിയും ഇതുപോലെ സൂക്ഷിച്ച് വച്ചിരുന്നാൽ നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ലൊരു വളമാണ് കേട്ടോ. അപ്പം നമ്മുടെ മിക്സിയുടെ ബ്ലേഡിനും മൂർച്ച കൂടും, നമ്മുടെ ചെടിക്കൊരു വളമാവും. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് വിശ്വസിക്കുന്നത്. കൂട്ടുകാരെ, ഈ വീഡിയോയിലെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ അരിയൊക്കെ കേടാകാതിരിക്കാനായിട്ട് ഉള്ളൊരു ടിപ്പാണ്. ബിരിയാണി റൈസിലാണ് കേട്ടോ ഇത് കൂടുതലും ഞാൻ ചെയ്യുന്നത്. ബിരിയാണി റൈസിൽ ഇടുമ്പോഴേക്കും ആ ഒരു ഗ്രാമ്പിൻ്റെ സ്മെല്ലൊക്കെ വരുമ്പോൾ നമുക്ക് ബിരിയാണി കുക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. സാധാരണ നമ്മൾ നോർമൽ അരിയിൽ ഇട്ടാൽ അതിൻ്റെ ഒരു കുത്തൽ നമുക്ക് അത്രയ്ക്ക് പിടിക്കത്തില്ലല്ലേ. അപ്പോൾ നമ്മൾ ബിരിയാണി അരിയിൽ ചെയ്യുന്നൊരു ടിപ്പാണ്. ഇതുപോലെ കുറച്ച് ഗ്രാമ്പ് എടുത്തിട്ട് ഇട്ട് അടച്ചു വെക്കുക. അപ്പോൾ ഇതിനകത്ത് മറ്റേ പ്രാണികളോ അങ്ങനത്തെ സാധനങ്ങളൊന്നും കയറത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.